കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്കെതിരായ വിലക്കിൽ ഉറച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കലാപത്തിനാണ് സ്കൂളുകൾ ശ്രമിച്ചതെന്നും വേണമെങ്കിൽ അവർക്ക് അപ്പീൽ നൽകാമെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. അതേസമയം കുട്ടികളുടേത് വൈകാരിക പ്രതികരണമാണെന്നും വിലക്ക് പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സ്കൂൾ മാനേജ്മെന്റുകൾ പ്രതികരിച്ചു. കായികമേളയുടെ സമാപന ചടങ്ങിൽ പ്രതിഷേധിച്ച മാർബേസിൽ HSS കോതമംഗലം, നാവാമുകുന്ദ HSS തിരുനാവായ സ്കൂളുകൾക്കായിരുന്നു ഒരു വർഷത്തെ വിലക്ക്. പതിവിന് വിപരീതമായി മികച്ച സ്കൂളുകൾക്കുള്ള പുരസ്കാരത്തിനായി സ്പോർട്സ് സ്കൂളായ GV രാജയെ പരിഗണിച്ചതിലായിരുന്നു കായിക താരങ്ങളുടെയും അധ്യാപകരുടെയും പ്രതിഷേധം. നടപടിയിൽ മാറ്റമില്ലെന്നും കായിക മേഖല അച്ചടക്കത്തിൻ്റേത് കൂടിയെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 24-നോട്. നടപടി സ്വീകരിച്ചത് മറ്റൊന്നിനുമല്ല, ആ മേളയുടെ സമാപന സമ്മേളനം അനുകൂലപ്പെടുത്തി. 14,000 കുട്ടികൾ പങ്കെടുത്ത മേളയിൽ ഈ 2 സ്കൂളിൽ മാത്രമാണ് ഇങ്ങനെ ഈ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുള്ളത്. ആ കലാപരിപാടി ചെന്ന് ഭിന്നശേഷി കുട്ടികളിൽ നിന്ന് സംഗീത ഉപകരണങ്ങളും അവർ കൊണ്ടുവന്ന എല്ലാം തട്ടിപ്പറിച്ചു. അവരെ തറയിൽ തള്ളിയിട്ടു, ചെറുത്ത അധ്യാപകരെ തള്ളിയിട്ടു. അങ്ങനെ ഒരു കലാപമാണ് അവിടെ സൃഷ്ടിച്ചത്. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു നടപടി എടുക്കാതിരിക്കാൻ വേണ്ടി. അർഹതപ്പെട്ട അംഗീകാരം നിഷേധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വൈകാരിക പ്രതികരണമായിരുന്നു കുട്ടികളുടേതെന്ന മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി. ഹോസ്റ്റലിൽ താമസിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരുന്നുണ്ട്. അവരുടെ ഭാവിയെ പരിഗണിച്ച് MLA-യുമായിട്ട് ആലോചിച്ച് സർക്കാരുമായിട്ട് സംസാരിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിലക്ക് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നതെന്ന നാവാമുകുന്ദ പ്രിൻസിപ്പൽ ജിജോ ജോസ്. ഏറ്റവും ഉയരങ്ങളിലെത്തണം, ഏറ്റവും നല്ല ഒളിമ്പ്യനാകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ളത്. അപ്പോൾ ഈ മോഹങ്ങൾക്ക് ശരിക്കും എന്താ പറയുക, ഒരു പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വിലക്ക് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കരുണയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് സ്കൂളുകളുടെ തീരുമാനം. തിരുവനന്തപുരം, മലപ്പുറം, തൊടുപുഴ ബ്യൂറോകൾക്കൊപ്പം സ്പോർട്സ് ഡെസ്ക് 24.